പ്രിയ സഹോദരരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, 10 ദിവസങ്ങൾക്ക് മുമ്പാണ് ഓണത്തെക്കുറിച്ചൊരു ക്ലാസ് ഞാൻ ഇട്ടത്. അത് കഴിഞ്ഞ് ക്ലാസ് ഇടാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം ഇതായിരുന്നു. ഞാൻ മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ, എൻ്റെ വീട്ടിൽ വന്ന് കിടന്ന് ധ്യാനം കൂടിയ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു. അദ്ദേഹം കുറച്ച് ആളുകൾ അവിടെ പറഞ്ഞ് ചേർത്തിരുന്നു. അവർക്ക് വേണ്ടി ഒരു 3 ദിവസത്തെ ധ്യാന ക്ലാസ് കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. അവരെ ഈശോയുടെ വരവിൻ്റെ ഒരുക്ക ധ്യാന ക്ലാസ്സുകൾ, അതായത് ഇന്നുള്ളത് സുവിശേഷമല്ല അവർക്ക് കൊടുത്തത്. സുവിശേഷന്മാർക്ക് ആവശ്യമില്ല, സുവിശേഷം എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഒരു ധ്യാന ക്ലാസ്സിന് ആവശ്യമില്ല. എന്നാൽ യേശുക്രിസ്തു എപ്പോൾ വരുന്നു, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എങ്ങനെയാണ്, അതിൻ്റെ ആത്മീയ ഒരുക്കങ്ങൾ എന്ത്, അതിൻ്റെ ഭൗതിക തയ്യാറെടുപ്പുകൾ എന്ത്, അതിൻ്റെ പ്രത്യക്ഷീകരണ ലക്ഷണങ്ങൾ എന്ത്, അതിൻ്റെ ഭൗതിക ലക്ഷണങ്ങൾ എന്ത്, അതിൻ്റെ ശാസ്ത്രീയ ലക്ഷണങ്ങൾ എന്ത്, അതിൻ്റെ കെമിക്കൽ പരമായ ലക്ഷണങ്ങൾ എന്ത്, അതിൻ്റെ പ്രകൃതിപരമായ ലക്ഷണങ്ങൾ എന്ത്, ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തന്നതനുസരിച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ചും വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി അവർക്ക് ക്ലാസ് കൊടുക്കുകയും ഇന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്തതും ഒരുക്കിയിട്ടില്ലാത്തതുമായ അതിശക്തവും അതിധീരവും അതിമഹത്തരവുമായ ഒരു കുംഭസാരത്തെ ക്ലാസ് എടുത്തു കൊടുക്കുകയും അത് കേൾക്കുവാൻ വേണ്ടി പറഞ്ഞു കേട്ട് വേറെ കുറച്ച് ആളുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ വരികയും ഒക്കെ ചെയ്തുകൊണ്ട് മഹത്തായ ഒരു 3 ദിവസത്തെ ധ്യാന ക്ലാസ് കൊടുക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ യേശു അനുവദിച്ചു. അങ്ങനെ ആ ഒരു യാത്രയിലും പോക്കിലുമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അതുകൊണ്ടാണ് ഒരു 10 ദിവസത്തിന് നിങ്ങൾക്ക് ക്ലാസ് തരാൻ പറ്റാതെ പോയത്. കാരണം മുന്നറിയിപ്പ് തന്നിട്ട് പോകാനും പറ്റാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നുകൊണ്ട് അത് ചെയ്തില്ല. എങ്കിലും കർത്താവ് വീണ്ടും ഞങ്ങളെ ഇവിടെ എത്തിച്ചു, സ്വന്തമായിട്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ വിളിച്ച് ചോദിച്ചു, അപ്പോൾ ഇത്രയും ക്ലാസ്സുകളൊക്കെ നിർത്തിയോ, ഒന്നും കാണുന്നില്ലല്ലോ, എന്താ പറ്റിയെന്ന്. വയനാട്ടിൽ നിന്ന് കൊച്ചിയിൽ നിന്നൊക്കെ ആൾക്കാർ വിളിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തു, വോയിസ് മെസ്സേജ് കൂടെ തന്നെ പറഞ്ഞു കൊടുത്തു, ഇന്ന് ക്ലാസ് ഇടും, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം ഇതാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യമായ ലോകാവസാനം. ചരിത്രത്തിൽ ഇന്ന് വരെ ആരും കേട്ടിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായ സെക്കൻഡ്, മിനിറ്റ്, മണിക്കൂർ, ദിവസം, ആഴ്ച, മാസം, വർഷം വരെ പ്രഖ്യാപിച്ചിട്ടുള്ള ക്ലാസ്സുകളിൽ കേട്ടു. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ ഒരു സംഭവമാണ് നമ്മുടെ ഒരുക്കം എങ്ങനെ. അത് ഇന്ന് വേറൊരാൾ വിളിച്ച് ചോദിച്ചതും അതിന് എങ്ങനെയാണ് ഒരുങ്ങേണ്ടതും കൂടെ പ്രത്യേകം പറഞ്ഞു തരാമോ എന്നൊരു ചോദ്യമുണ്ട്. അത് പറഞ്ഞു തരുമ്പോൾ അതിൻ്റെ ചാർട്ടിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ചാർട്ട് നിങ്ങൾക്ക് തരാം. പക്ഷേ ഇന്ന് അതിന് മുന്നോടിയായിട്ട് ഒരു എങ്ങനെയാണ് ഒരുങ്ങേണ്ടതിനെ പറ്റി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 24-ാം തിരുവചനം, അതിൻ്റെ 44-ാം തിരുവചനത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് നോക്കിയിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. അതായത് അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ചില കാര്യങ്ങളെ ഊന്നിപ്പറയുമ്പോൾ, ചില കാര്യങ്ങളെ എടുത്തു പറയുമ്പോൾ, ചില കാര്യങ്ങളെ പർവ്വതീകരിച്ച് പറയുമ്പോൾ അതിൽ അന്തർലീനമായിരിക്കുന്ന ആ കാര്യങ്ങളെ ഒന്നുകൂടി എടുത്തു പറയേണ്ടത് ആവശ്യമുണ്ട്. അതിങ്ങനെയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 44-ാം തിരുവചനത്തിൽ അവിടെ കർത്താവ് ഇങ്ങനെ പറയാണ്, അതിനാൽ നിങ്ങൾ തയ്യാറായിരിക്കണം. ആ വചനം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം തിരുവചനം. അതിനാൽ നിങ്ങൾ തയ്യാറായിരിക്കണം. ഏതിനാലാണെന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം എടുത്ത് വായിച്ചാൽ അത് നിങ്ങൾ കിട്ടും. അപ്പോൾ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ വായിക്കേണ്ടത് 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വരണം. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്. 1 തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം. അവിടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ഒരുങ്ങിയിരിക്കുവിൻ എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ സഹോദരരെ, സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല, കാരണം രാത്രി കളൻ എന്നപോലെ കർത്താവിന് വരും നിങ്ങൾക്കറിയാം എന്നൊക്കെ കർത്താവ് പറഞ്ഞിട്ട് സമാധാന ഭദ്രത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ഗർഭിണിക്ക് പ്രസവേന എന്നപോലെ പെട്ടെന്ന് നാശം അവിടെ നിവദിക്കുക, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ക്ലാസ്സിന്. എന്നാൽ ആ ഒരുങ്ങിയിരിക്കുവിൻ എന്നൊരിടത്ത് പറയുന്നു, മറ്റൊരിടത്ത് പറയുന്നത് തയ്യാറായിരിക്കണം. അപ്പോൾ ഒരുക്കം എന്താണ്, തയ്യാറെടുപ്പ് എന്താണ്, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് എടുത്തത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്ന പറഞ്ഞാൽ നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു യാത്രയുണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങും തലേ ദിവസം, അല്ലേ? ഒരു പ്രത്യേക ഒരുക്കമുണ്ടാവും. എന്നാൽ നമുക്ക് ആ യാത്ര ഇപ്പോൾ തിരുവനന്തപുരം യാത്രയാണ്, അല്ലെങ്കിൽ നമ്മൾ ബാംഗ്ലൂർക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ദുബായിക്ക് ജോലിക്ക് പോവാണ്. ആ ഒരു ഒരുക്കം എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? അതിൻ്റെ ആ ഒരുക്കം ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, അത് ഇവിടുന്ന് എങ്ങനെ യാത്ര ചെയ്യണമെന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഒരുക്കമാണ്. ആ ഒരുക്കം നടക്കുന്നത്, ഭൗതിക ഒരുക്കം വീട്ടിൽ നടക്കുകയാണ്. പക്ഷേ ഒരു തയ്യാറെടുപ്പ് നടത്തും, പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തും എന്നായിരിക്കും, അതിൻ്റെ തലേ ദിവസമായിരിക്കും. അപ്പോൾ ഒരുക്കം ദിവസങ്ങൾക്ക് മുമ്പേ നടക്കും. മനസ്സിലാക്കണം,
നമ്മൾ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എന്ന് പറയുന്നത് സഭ കാലാകാലമായിട്ടുള്ള സുവിശേഷ ശുശ്രൂഷകൾ, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും എന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ കാലഘട്ടം അത്രയും നമ്മൾ ഒരുങ്ങുകയായിരുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, ഒരുങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ട് കർത്താവ് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത്. അവിടെ ഇങ്ങനെ പറയുകയാണ്, അതിൽ 1:19 കർത്താവ് ഇങ്ങനെ പറഞ്ഞ വചനമുണ്ട്. അതിങ്ങനെയാണ്: ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാ തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എല്ലാ തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുവിൻ. ഏതൊക്കെയാണ് തിന്മ? ഇപ്പം നമ്മുടെ കത്തോലിക്ക സഭയിൽ കഴിഞ്ഞ ദിവസം ഓണത്തെക്കുറിച്ച് ക്ലാസ് ഇട്ടു. എന്താണ് ഓണത്തിന് മെത്രാം അച്ഛൻ ഒരു ഊഞ്ഞാലിൽ കയറിയിരിക്കുന്നു, വേറൊരു കൊച്ചച്ഛൻ ആട്ടുന്നു എന്ന് പറഞ്ഞ ഒരാൾ കുറേ ആളുകൾ എനിക്ക് വീഡിയോ ഇട്ട് തന്നു. മറ്റൊന്ന് പള്ളിക്കകത്ത് സദ്യ ഉണ്ടെന്നായിട്ട് എനിക്ക് വീഡിയോ ഇട്ട് തന്നു. ഈ ഓണാഘോഷം ശരിയോ തെറ്റോ ബ്രദറെ ഇതൊന്ന് നോക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ വീഡിയോ ഇട്ട് തന്നു. അങ്ങനെ മറ്റുള്ളവരാണ് എന്നെ ഈ തിന്മയെക്കുറിച്ച് ആൾക്കാർ കാണിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറയണേ എല്ലാ തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുക. ഇത് ചെയ്തത് തിന്മയാണ് എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ അതൊന്ന്. അപ്പോൾ തിന്മ ഏത്, നന്മ ഏത്, പാപം ഏത്, തിന്മ ഏതെന്ന് കണ്ടെത്തി ആത്മീയ ഒരുക്കത്തെയാണ് കർത്താവ് ഒരുക്കം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആത്മീയ തലത്തിലെ ഒരുക്കം, ആന്തരിക ഒരുക്കത്തെയാണ് കർത്താവ് ഒരുക്കം എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും 1 തെസ്സലോനിക്കയുടെ അധ്യായം തന്നെ 4-ാം വചനം, 4-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയാണ്: നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്, അസാൻമാർഗികതയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറണം. അസാൻമാർഗികതയാണ് എന്ന് നമുക്ക് തോന്നി, നമ്മുടെ മനസ്സാക്ഷി നമ്മൾ പറയും. ഇപ്പോൾ നമുക്കറിയാം ഓണപ്പൂക്കളും ഇടലും പരിപാടി, അത് അസാൻമാർഗികതയാണ്, സന്മാർഗമല്ല. സന്മാർഗം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ മാർഗം, യേശുക്രിസ്തുവിൻ്റെ വചനമാണ്. അതിൻ്റെ സഭാതലത്തിലെ ഒരുക്കമാണ് കൗദാശികത, അതായത് കൂതാശകൾ. അത് നമുക്ക് ആവശ്യമാണ്, അത് സന്മാർഗമാണ്. ആ സന്മാർഗമല്ലെന്ന് തോന്നി നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം, മാറിപ്പോണം. സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഹല്ലേലൂയ. അത് പറയാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയൊക്കെ വളച്ചു കെട്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടെന്ന് നിങ്ങളെ വയ്ക്കുന്നത്. ഈ വിഷയം പറയാൻ വേണ്ട. എന്താണ് ഈ കാമവികാരം? കാമം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ആഗ്രഹിക്കുക എന്നതാണ്. അപ്പോൾ എന്താണ്? സ്വർണം വാങ്ങാൻ കാമിക്കുന്നു എന്നാലും പറയുമോ? അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങാൻ കാമിക്കുന്നു, ഒരു കാറ് വാങ്ങണമെന്ന് വിചാരിച്ച് കാമിച്ചുകൊണ്ടിരിക്കുക എന്നാലും പറയുമോ? ഇല്ല. കാമവികാരം എന്നാണ് പറഞ്ഞത്. കാമവികാരത്തെ അത് നമ്മൾ അങ്ങനെ മനസ്സിലാവും. കർത്താവിന് ദൈവത്തെ അറിയാത്ത വിജാതിയെ പോലെ നിങ്ങൾ കാമവികാരങ്ങൾക്ക് വിധേയരാകരുത്. അതും അതിൻ്റെ ഒരുക്കമാണ്. ഈ ഒരുക്കത്തെക്കുറിച്ച് ആത്മീയ ഒരുക്കം, അതായത് ഇന്ദ്രിയങ്ങളുടെ ഒരുക്കം, ശരീരത്തിൻ്റെ ഒരുക്കം, ആത്മാവിൻ്റെ ഒരുക്കം, മനസ്സിൻ്റെ ഒരുക്കം, തയ്യാറെടുപ്പ്. ആത്മീയ തലത്തിലെ കുറവുകളെ കണ്ടെത്തി ഞാനിപ്പോൾ ഏത് സ്റ്റേജിൽ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്ന് കണ്ടെത്തി ഒരുങ്ങുന്നതിനെയാണ് ഈ ഒരുക്കം. അതുകൊണ്ടാണ് ഈ തെസ്സലോനിക്കരുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 1-ാം തീയതി പറഞ്ഞ് ഒരുങ്ങിയിരിക്കുവിൻ. ആ ഒരുക്കത്തെക്കുറിച്ചാണ് പറയുന്നത്. കാമവികാരങ്ങൾക്ക് വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ ചെയ്യരുത്. ഈ വിഷയത്തിൽ, ഏത് വിഷയത്തിൽ? കാമവികാരത്തിൽ. ഇന്നത്തെ കാമവികാരം മനുഷ്യ സമൂഹത്തെ മുഴുവനും കാർന്നു തിന്നുന്ന ഒരു ദുഷ്ടവികാരമായിട്ട്, ഒരു പൈശാചി ശക്തിയായിട്ട്, പിശാചിക്കൾ പാമ്പിൻ്റെ രൂപത്തിൽ, അതായത് ഇഴയന്തുകിട്ടം, അത് റോമാക്കടലിനും 1-ാം അധ്യായം അതിൻ്റെ 23-ാം തിരുവചനത്തിൽ ഞാൻ പറഞ്ഞു, അനശ്വരനായ ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ പക്ഷികളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി എന്ന വചനം നിങ്ങൾ മറക്കരുത്. അതുകൊണ്ടാണ് ഇതെടുത്ത് പറയുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇത്തരം അശുദ്ധ ലക്ഷണങ്ങൾ കാമവികാരങ്ങൾക്ക് വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിവഴിക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ ചെയ്യരുത്. കാരണം ഞങ്ങൾ നേരത്തെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പം ദൈവത്തെ അവഗണിച്ചുകൊണ്ടാണോ
നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത്? അതോ ദൈവത്തെ പരിഗണിച്ചുകൊണ്ടാണോ നമ്മൾ ജീവിക്കുന്നത്? ആത്മശോധന ചെയ്യണം. അതായത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പറ്റി ക്ലാസ്സുകൾ ഞാൻ എടുക്കുമ്പോൾ യേശു ക്രിസ്തു രണ്ടാം വരവ് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. പൊതുവെ പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമായിരുന്നു, പ്രിയ ബ്രദറെ, എന്നാണ് ഈ ലോകം അവസാനിക്കുക? അങ്ങനെ ചിന്തയുണ്ടോ? അങ്ങനെ ലോകാവസാനമുണ്ടോ? അങ്ങനെ ചിന്ത നമുക്ക് വേണോ? ഇത് യാഥാർത്ഥ്യമാണോ? അങ്ങനെ പറഞ്ഞ് പലപ്പോഴും പറയാനുള്ളപ്പോഴും ഞാൻ പലപ്പോഴും ഓർക്കാനുള്ള വചനം ഇതായിരുന്നു, അത് പിതാവല്ലത് പുത്രൻ പോലും അറിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ പറ്റി പറയുന്നത്. അപ്പോൾ കർത്താവ് പുത്രൻ എന്താണ് അറിയുന്നത്, പുത്രൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി ലോകാവസാനത്തിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളും ആർക്കെങ്കിലും വെളിപ്പെട്ട് കിട്ടുമെന്നറിയാൻ വ്യക്തമായിട്ട് നിങ്ങൾ പറയുണ്ടായി. അതിനുശേഷം കർത്താവ് ഒരുക്കത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ ഒരുക്കത്തിൻ്റെ ഒന്നാം ഘട്ടത്തിലെ ക്ലാസ്സാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, 1 ആത്മീയ തലത്തിലെ ഒരുക്കം, 2 മാനസിക തലത്തിലെ ഒരുക്കം, 3 ശാരീരിക തലത്തിലെ ഒരുക്കം. ഇതിന് ഒരുക്കമെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ആദ്യം കണ്ട വചനം അതാണ് മത്തായിയുടെ സുവിശേഷം. നമ്മൾ കണ്ടങ്ങനെ എന്താണ് കർത്താവ് പറയണം? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 44-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ തയ്യാറായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ഒരുക്കത്തിലാണ്, മറ്റൊന്ന് തയ്യാറെടുപ്പാണ്. ഈ തയ്യാറെടുപ്പിൻ്റെ കാലഘട്ടം ആയോ? അവിടെയാണ് ഈ ഒരുക്കം. ഞാൻ പറഞ്ഞു, കത്തോലിക്ക സഭ രൂപാന്തരപ്പെട്ട കാലഘട്ടം മുതൽ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷ ലോകത്ത് പ്രചരിച്ച കാലഘട്ടം മുതൽ ഇന്നേ വരെ 2000 വർഷക്കാലമായി നാം യേശുവിൻ്റെ വരവിനെ പ്രതീക്ഷിക്കുകയും ഒരുങ്ങുകയുമാണ്. അത് അന്നും ഇന്നും ഒരുക്കം തന്നെയാണ്. എന്നാൽ ആ കാമവികാരത്തിന് അടിമപ്പെട്ടു പോയെങ്കിൽ കർത്താവ് പറയുകയാണ്, ഈ വിഷയത്തിൽ തെറ്റുപറ്റുകയോ സഹോദരനെ വഞ്ചിക്കുകയോ ചെയ്യരുത്. എന്താണ് ഈ സഹോദരനെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ? ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യും, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറയും, അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കും. ചില വൃത്തികെട്ട ചിത്രങ്ങൾ സീനുകൾ നമ്മൾ സഹോദരൻ്റെ അക്കൗണ്ട് വാട്സപ്പിലേക്ക് ഇട്ട് കൊടുക്കും. എടാ ഇതൊന്ന് കണ്ടോ, ഇതൊന്ന് കണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കും. അതാണ് വഞ്ചന. അവളത് കാണുക, അവനത് കാണുകയും ചെയ്യുമ്പോൾ നശിച്ചു പോകുന്നത് കുടുംബം മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ മാത്രമല്ല, സഭ മാത്രമല്ല, ലോകമാണ് നശിക്കുന്നത്, ഭൂമിയാണ് നശിക്കുന്നത്. ഈ ലോകം, ഈ ഭൂമി ഒരു ദൈവത്തിൻ്റെ അഗ്നി കൊണ്ടുള്ള കഴുകലിന് തയ്യാറായി കഴിഞ്ഞു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പിന്നെ പറയുന്നത്, നിങ്ങൾ തയ്യാറായിരിക്കണമെന്ന് പറഞ്ഞാൽ ആ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്, ശരിയായ തയ്യാറെടുപ്പ് തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? 2027-ലാണ്. അതായത് 3-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത് 2027-ലാണ്. ആ കാലഘട്ടത്തിൽ നമ്മൾ തയ്യാറായിരിക്കണം. ഏതാണ് തയ്യാറെടുപ്പ്? അത് ഒന്നാമത്തെ തയ്യാറെടുപ്പ് ഞാൻ പറയാം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കറണ്ടുകൾ ഇല്ലാതെയാകും. അപ്പോൾ നമ്മൾ എന്ത് തയ്യാറെടുക്കണം? നമുക്ക് വെളിച്ചം കാണാനുള്ള സമയം മെഴുകുതിരിയോ മണ്ണെണ്ണയോ അല്പം മണ്ണ് കിട്ടുന്നതൊക്കെ സൂക്ഷിച്ച് നോക്കണം, മെഴുകുതിരി സൂക്ഷിച്ച് നോക്കണം. പിന്നെ അരി, നമ്മുടെ വീട്ടിൽ അരി ഉണ്ടോ ഇല്ലയോ? ഒരു കുറച്ച് അരി മേടിച്ച് ഭദ്രമായി സൂക്ഷിച്ച് കഴുകി ഉണങ്ങി വൃത്തിയാക്കി അതിനകത്ത് ഗ്രാമ്പുവോ കേടാകാത്ത വിധം മഞ്ഞൾപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് അത് സംരക്ഷിച്ച് സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് ബന്ധിച്ച് അത് സൂക്ഷിച്ച് വെക്കണം. തയ്യാറെടുപ്പുകളാണ്. മറ്റൊന്ന്, നമ്മുടെ ടോർച്ചുകൾ, ഒരു ടോർച്ച് വേണം. ചിലപ്പോൾ റേഡിയോ വേണ്ടി വരും, നമുക്ക് അത്യാവശ്യം വാർത്തകൾ അറിയാൻ, ലോകം എവിടെ എത്തി, കാലഘട്ടം. അപ്പോഴത്തേനും അടുത്ത തയ്യാറെടുപ്പ്, മൊബൈൽ ഫോൺ നമ്മൾ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ തയ്യാറെടുപ്പ് എന്താണ്? നമ്മുടെ വീട്ടിൽ നിന്ന് ടെലിവിഷൻ എന്നേക്കുമായിട്ട് എടുത്തു മാറണം, നമ്മുടെ വീട്ടിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് ഉപേക്ഷിക്കണം, നമ്മുടെ വീട്ടിൽ പത്രമാസികൾ എടുത്ത് ഉപേക്ഷിക്കണം, നമ്മുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ എടുത്തുണ്ട് അതെടുത്ത് ഉപേക്ഷിക്കണം, അതിൻ്റെ വരവ് നിർത്തണം. നമ്മുടെ വീട്ടിൽ ചുരിദാറുകളുണ്ടെങ്കിൽ ഒരു ചുരിദാർ പോലും നമ്മുടെ വീട്ടിൽ ഇടാൻ പാടില്ല. നമ്മുടെ മക്കളാരെങ്കിലും ബർമുഡ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മക്കളുടെ മുഖത്ത് നോക്കി പറയണം, പ്രിയ മക്കളെ, ഈ ബർമുഡ എന്ന സാധനം ഉപയോഗിക്കുന്നത് തെറ്റാണ്, ഇങ്ങനെ വസ്ത്രം ധരിക്കാൻ കർത്താവിനില്ല. ചില ആൺകുട്ടികൾ നിക്കർ പോലത്തെ സാധനം ഇട്ട് ടൗണിൽ വരുന്നു, ഇതിലേ പോകുന്നു, വലിയ പുരുഷന്മാരാണ്, പക്ഷേ ഇത്ര നേരത്തൊരു നിക്കർ കാണും, അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അപ്പം ബാക്കി നിങ്ങൾ ഊഹിച്ചാൽ മതി, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ അശുദ്ധമാണ്. മറ്റുള്ളവരുടെ ശ്രദ്ധയെ നേടുവാൻ വേണ്ടി വേഷം കെട്ടി നടക്കുന്ന ഇത്തരം പ്രവണതകളെ കർത്താവ് പറയാണ്, ഇത്തരം അതെവിടെയാണ് വന്നിരിക്കുന്നത്? അതെവിടെയാണ് വന്നിരിക്കുന്നത്? 1 തെസ്സലോനിക്കരുടെ ലേഖനം 22-ാം അധ്യായം 5-ാം അധ്യായം 22-ാം തിരുവചനം, എല്ലാ തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും. ഇതൊക്കെ തിന്മയാണ്, തിന്മയുടെ രൂപമാണെന്ന് കർത്താവ് പറയുമ്പോൾ, തിന്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രഹരങ്ങൾ വരുന്നത്, തിന്മയ്ക്കാണ് കർത്താവിൻ്റെ ശിക്ഷ വരുന്നത്. ഒന്ന് ഒരുക്കമാണ്, മറ്റൊന്ന് തയ്യാറെടുപ്പാണ്. അപ്പോൾ തയ്യാറെടുക്കാൻ നമുക്ക് നമ്മുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വില കൂടിയ കാറുകളൊക്കെ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ വിറ്റ് ഒരു ചുരുങ്ങിയ 2027 നമുക്കറിയാം, ആഗോള യുദ്ധം പൊട്ടിപ്പെടുമ്പോൾ പെട്രോൾ ഡീസലൊക്കെ വളരെ ഇല്ലാതെ വരും, അത് നമുക്ക് കിട്ടാതെ വരും. നമ്മുടെ വില കൂടിയ കാറുകൾ 30 ലക്ഷം 40 ലക്ഷം 60 ലക്ഷം രൂപയുടെ കാറുകളൊക്കെ വീട്ടിൽ കിടന്ന് തുരുമ്പെടുത്തു പോകും. അപ്പോൾ ആ കാലഘട്ടം വരുമ്പോഴത്തേനും 2026 ഒരു അവസാന കാലഘട്ടം വരുമ്പോഴത്തേനും കാറുകളൊക്കെ വിറ്റ് ആ പണമൊക്കെ നമ്മൾ അത്യാവശ്യം സൂക്ഷിച്ച് വെച്ച് കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ മക്കളാണെങ്കിലും മുടി വെട്ടുന്ന മോശമായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പ്രത്യേക രീതി വെട്ടിയിട്ട് ഇങ്ങനെ താടിയൊക്കെ പ്രത്യേകം വളർത്തിയിട്ട് മുടി വളർത്തുന്ന ആൺകുട്ടികൾ മുടി വളർത്തുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ വ്യാപകമായിട്ട് കാണുന്നുണ്ട്, കുറച്ച് കാണുന്നത്. വലിയ താടി വളർത്തുന്നു, ഒപ്പം മുടി വളർത്തുന്നു. അതൊക്കെ
എല്ലാ തരം തിന്മയിൽ നിന്ന്. ഇതൊക്കെ തിന്മയാണ്. ഒരു സമൂഹത്തിൻ്റെ, ഒരു സഭയുടെ, ഒരു കുടുംബത്തിൻ്റെ, മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിൻ്റെ, വിശുദ്ധിയുടെ, മാതാപിതാക്കന്മാരുടെ സ്നേഹത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ കർത്താവിന് എല്ലാ തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. ഒന്ന് ഒരുക്കമാണ്, മറ്റൊന്ന് തയ്യാറെടുപ്പുകളാണ്. ഈ തയ്യാറെടുപ്പുകൾ എടുത്തു. കാരണം നമ്മുടെ വാർത്തകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്. യൂറോപ്പിൻ്റെ അവസ്ഥ വളരെ പ്രശ്നമാണ്. യൂറോപ്പിലുള്ള പലരും പറഞ്ഞിരിക്കുന്നു ആശുപത്രികൾ റെഡിയാക്കി നിർത്തിക്കോ, യുദ്ധമുടനെന്ന് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ പറയാൻ തുടങ്ങി. അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾ എല്ലാം പറയാൻ തുടങ്ങി ആഗോള യുദ്ധം വരാൻ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങനെ വചനപോഷനെ കുറിച്ച് പറയുന്നു, ഇന്ന കാലഘട്ടങ്ങളിൽ യുഗാന്ത്യത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നു, അതുകൊണ്ട് ലോകാവസാനം എത്തിയിരിക്കുന്നു, യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടും, ആണവ യുദ്ധം ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഒന്ന് ഒരുക്കവും മറ്റൊന്ന് തയ്യാറെടുപ്പും. നമ്മുടെ കുടുംബത്തെ വിശുദ്ധി കൊണ്ട് നിറച്ചോണം. ഒരുവിധ നമ്മൾ മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ, ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് ഒരു സിമ്പലുകൾ ഒക്കെ കണ്ടാൽ അത് ഇങ്ങനെ പൊളിച്ചെടുത്ത് തീയിലിട്ട് ചുട്ടുകളയണം. അതിനകത്തൊക്കെ നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ചെരുപ്പുകളോ സാധനങ്ങളൊക്കെ മേടിച്ചു സീലുകൾ, അതൊക്കെ ശ്രദ്ധിക്കുക. മേടിച്ചുകൊണ്ട് പെർഫ്യൂംസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പെർഫ്യൂംസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതൊക്കെ തിന്മയിലേക്ക് നമ്മൾ നയിക്കും. പൊട്ട് കുത്താൻ പാടില്ല, കണ്ണെഴുതാൻ പാടില്ല, മൂക്കുത്തി ഉപയോഗിക്കാൻ പാടില്ല, ചെവി തുളച്ച് മേൽക്കാതിടാൻ പാടില്ല, താഴത്തെ ഒന്നും തുളച്ചിടേണ്ട. പ്രിയപ്പെട്ടവരെ, ആരെ കാണിക്കാനായി തുളച്ചൊക്കെ ഇടുന്നത്? കാതയിലും കഴുത്തേലും എന്തിനിടുന്നത്? ഇത് മോതിരം ഇത് ഇന്നലെ വാർത്ത കേട്ടില്ലേ നിങ്ങൾ? മോതിരം ഇട്ട വിരൽ മുറിഞ്ഞുപോയി, അത് കേൾക്കുന്നില്ലേ? പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, കൈ മുറിച്ചുകൊണ്ട് പോയി, ട്രെയിനിൽ നിന്ന് കൈ മുറിച്ചുകൊണ്ട് പോയി, സ്വർണം വള മുറിച്ചുകൊണ്ട് പണ്ട് വാർത്ത കേട്ടിട്ടില്ലേ? എന്തിനും സ്വർണം? ആരെ കാണിക്കാൻ? പ്രിയപ്പെട്ട കത്തോലിക്ക സഭയിലെ ക്രിസ്ത്യാനി സ്ത്രീകളെ ഞാൻ നിങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ സ്വർണ്ണങ്ങൾ വിൽക്കേ, നിങ്ങൾ മുഴുവൻ സ്വർണ്ണങ്ങളും വിറ്റ് സുവിശേഷത്തിന് വേണ്ടി കൊടുക്കുക. ദൈവരാജ്യത്തിൽ ചിതലരിക്കാത്ത രാഷ്ട്രത്തിൽ, ചിതലരിക്കാത്ത ആ രാജ്യത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങൾ വലുതായിരിക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവിടെ ചിതലരിക്കുകയോ ഉറുമ്പ് നശിപ്പിക്കുകയോ ചെയ്യില്ല. നിങ്ങളുടെ ഭൂമിയിലെ സ്വർണം ഇന്നലെ നാളെ നഷ്ടപ്പെടും. എസയ്ക്ക് പ്രയാസപ്പെടുന്നത് നിങ്ങളുടെ സ്വർണ്ണത്തിനോ വെള്ളിക്കോ നിങ്ങളെ രക്ഷിക്കാൻ ആദിയില്ല എന്ന് കർത്താവ് ചെയ്യുന്നു. അതുകൊണ്ട് തയ്യാറെടുപ്പുകൾ എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക മേഖലയിലെ എല്ലാവിധ തയ്യാറെടുപ്പുകളും നിങ്ങൾ നടത്തിക്കോ. നിങ്ങൾ കഴിഞ്ഞ ദിവസം വിദേശത്ത് ഒരാൾ, അമേരിക്കയിൽ ഒരാൾ വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരി, നിങ്ങൾ അവിടുത്തെ ജോലിയൊക്കെ രാജിവെച്ച് കേരളത്തിലേക്ക് വരിക. നിങ്ങളുടെ ഭവനം ആര്യ സ്ഥലം എവിടെയാണ്? കാഞ്ഞിരപ്പള്ളി എവിടെയെന്ന് പറഞ്ഞു. അവിടെ ഒരു ഒരേക്കറോ സ്ഥലം കൃഷിക്കായിട്ട് മാറ്റിയിട്ട് അതിനകത്തൊരു ചെറിയ ഷെഡും കെട്ടി ജീവിച്ചു. അതാണ് സുരക്ഷിതം. അത് ഇടിഞ്ഞു വീഴുകയില്ല, നിങ്ങളുടെ തലവഴി നിങ്ങൾ മരിക്കുകയില്ല. അപ്പോൾ അതുപോലെ ജോലി രാജിവെച്ച് തിരിച്ചു വരാൻ പറ്റുന്ന ജോലി രാജിവെച്ച് തിരിച്ചു വരിക. അല്പം കൃഷിപ്പണിയായിട്ട് മാത്രം നമ്മുടെ വീട്ടിലായിട്ട് ഒതുങ്ങിക്കൂടുക. അതുപോലെ 666 എന്ന സംഖ്യയെക്കുറിച്ചുള്ള ജ്ഞാനം, ബോധ്യം നമ്മൾ എവിടെ നിന്നൊക്കെ കിട്ടാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുക. അതിനെപ്പറ്റിയൊക്കെ പുറകെ തരം ക്ലാസ്സുകൾ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒന്ന് ഒരുക്കം, ആത്മീയ ഒരുക്കവും ഭൗതിക തയ്യാറെടുപ്പും, ഇത് രണ്ടും നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ, നമ്മുടെ കാലഘട്ടം തീർന്നു, ഇനി ഈ ലോകത്തൊരു ജീവിതമില്ല, ഇനി ഈ ലോകത്തുനിന്ന് ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക്, നിത്യരാജ്യത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് നമ്മൾ യാത്രയാകുന്നു എന്നുള്ള ബോധ്യം തലയ്ക്കകത്ത് വെച്ചുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ ജീവിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് വചനങ്ങളെ ഊന്നി പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം, മറ്റൊന്ന് നിങ്ങൾ തയ്യാറായിരിക്കണം. ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്ന തയ്യാറെടുപ്പുകൾ നമ്മൾ മനസ്സിൽ ഭാവന ചെയ്യണം. ഒരു ഒരുക്കമെന്ന് പറയുന്നത് മനസ്സും ശരീരവും ആത്മാവും വിശുദ്ധി കൊണ്ടാണോ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മൾ ലൈംഗിക വികാരം ഉണർത്തുന്ന എന്തെങ്കിലും പരിപാടി കാണുന്നുണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യത്തിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കണം. ദൈവത്തെ അറിയാത്ത വിജാതിരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. കാമവികാരം ഉണർത്തുന്ന പരിപാടികൾ, സിനിമ, സീരിയൽ, ബ്ലൂ ഫിലിം, ബ്ലാക്ക് മാസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിർത്തിക്കോ പ്രിയപ്പെട്ടവരെ. എന്നിട്ട് നമ്മൾ കുമ്പസാരക്കൂട്ടിലേക്ക് ഓടിക്കോ. അവിടെ പോയി മുട്ടുകുത്തി, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി ഈശോയെ, ഈ പറഞ്ഞ വചനത്തിനൊക്കെ വിരുദ്ധമായി ഞാൻ അത് കണ്ടു ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചോ, മാപ്പി ചോദിച്ചോ കർത്താവിൻ്റെ മുമ്പിൽ. സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു വരവുണ്ട്, അതിഭയാനകമായി. ഈ പ്രപഞ്ചം മാറ്റപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ ഭൂമി ഇല്ലാതാകുന്ന ആ വലിയ സംഭവമാണ്. അത് നിങ്ങളുടെ മനസ്സിലും ബുദ്ധിക്കും ചിന്തിച്ചാൽ കിട്ടത്തില്ല. അതൊക്കെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയാൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ക്ലാസ്സുകൾ ലോകാവസാനം മിനിറ്റ് സെക്കൻഡ് പറഞ്ഞുകൊണ്ട് തന്ന ക്ലാസ്സുകൾ 10,000 കാണണം. 10,000 അത് കണ്ട് ചിന്തിക്കണം, പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ പഠിപ്പിക്കുന്നൊരു കാലഘട്ടം കൂടെ പുറകെ വരികയാണ്. അതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കം, ഒന്ന് ഒരുക്കം, രണ്ട് തയ്യാറെടുപ്പ്. രണ്ടാണെന്ന് ഓർത്തിരിക്കണം. ഒന്ന് ആത്മീയ തലത്തിലെ വിശുദ്ധിയുടെ ഒരുക്കം, മറ്റൊന്ന് ഭൗതിക തലത്തിൽ എന്താണ് ഉപേക്ഷിക്കണം എന്നുള്ള ഒരുക്കം. ആ രീതിയിൽ ഒരുങ്ങിക്കോ. ഒന്ന് ഒരുക്കവും രണ്ട് തയ്യാറെടുപ്പുകളും നടത്തിക്കാൻ്റെ വചനങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊന്ന് നാളത്തെ ഒരു ചാർട്ടാണ്. അതൊരു മനുഷ്യൻ്റെ ആത്മാവ് എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് ചാർട്ട് ഞാൻ നാളെ തരാം. അതുവരെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം നിറയാൻ, നമ്മുടെ ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടെ സ്വീകരിക്കാൻ,
ആ തിരുശരീരത്തിൻ്റെ ശക്തി കൊണ്ട് എന്നിലെ പൈശാചികതകളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പരിശുദ്ധി കൊണ്ട് നിറയാൻ. ദുരാത്മാക്കൾ, ദുഷ്ടാത്മ സേനകൾ നമ്മുടെ ഭവനത്തിനെതിരെ വരാതെ, നമ്മുടെ കുടുംബത്തിനെതിരെ വരാതെ, നമ്മുടെ കുദാശികൾക്കെതിരെ വരാതെ, നമ്മുടെ ആത്മാവിനെതിരെ വരാതെ പൈശാചികതകളെ നമ്മൾ തടഞ്ഞു നിർത്തണം. അത്തരം സംഭവങ്ങൾ, പ്രോഗ്രാമുകൾ, അത്തരം യന്ത്രങ്ങൾ ഒന്നും നമ്മൾ കാണരുത്, കേൾക്കരുത്, ഉപയോഗിക്കരുത്. പ്രത്യേകിച്ചും കത്തോലിക്ക സഭയിലൊക്കെ കമ്പ്യൂട്ടർ വൽക്കണം പറഞ്ഞ് ലാപ്ടോപ്പൊക്കെ മേടിച്ച് അച്ഛന്മാർ തന്നെ മുറികൾ വെച്ച് നമ്മുടെ അഡ്രസ്സുകളൊക്കെ റെക്കോർഡ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയ സംവിധാനം വരുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. അതൊക്കെ നഖശികാന്തി എതിർക്കാൻ ധൈര്യം തൻ്റെ ഉള്ളവർക്ക് എതിർക്കാൻ പ്രിയപ്പെട്ടവരെ. ഇതൊക്കെ സഭ കാണിക്കുന്ന ചില കൂതറയാണെന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇതൊന്നും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിന് ഘടകവിരുദ്ധമാണ്. മറ്റൊന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ട് ഘടകവിരുദ്ധമാണ്. അപ്പോൾ ഇവരുടെ ധാർഷ്ട്യവും ധിക്കാരം കൊണ്ടാണ് ഇവർ അങ്ങനെ വേണമെന്ന് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തൻ്റെ ധൈര്യമുള്ള ആൺകുട്ടികൾ, ചുണക്കുട്ടികൾ കേരള സഭയിലുണ്ടെങ്കിൽ എഴുന്നേറ്റ് പറയണം, പച്ചയായിട്ട് തെറ്റാണ് പറയണം. പ്രിയ സഹോദരങ്ങളെ, ആരെ ഭയപ്പെടണ്ട, ഒരച്ഛനെയും മെത്രാനെയും ഭയപ്പെടണം, നിങ്ങൾ ക്രിസ്തുവിനെ ഭയപ്പെടുക. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത്തരം തെറ്റായ പ്രവണത കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിനുള്ള പ്രിയ സുഹൃത്തുക്കളെ, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുത്വം നമ്മെ സകല അശുദ്ധിയും പാപത്തിനും രക്ഷ നൽകട്ടെ. 1 യോഹന്നാൻ 1:7 അടുത്ത കർത്താവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ തിരുത്വം നമ്മെ സകല പാപത്തിനും തിന്മയിൽ നിന്നും മ്ലേച്ഛതയിൽ രക്ഷിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു തിരുവചനം എനിക്ക് കോട്ട കെട്ടി നിൽക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ശിരസിൽ അഗ്നിയായിട്ട് ജ്വലിച്ച് നിൽക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ശരീരവും തിരുത്വങ്ങളും ആത്മശക്തി കൊണ്ട് എന്നെ നിറയ്ക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജ്ഞാനവും ശക്തിയും വിശുദ്ധിയും വിവേകവും എന്നെ നിറയുമാറാകട്ടെ. ദൈവമായ കർത്താവേ, അങ്ങയുടെ തൃപ്പാദത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സഭയെ ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ സഭയിലെ കുറവുകളെ അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ കുറവുകൾ അവിടുന്ന് ഏറ്റെടുക്കണമേ. എൻ്റെ മക്കളെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ കൂട്ടായ്മകളെ, എൻ്റെ സഭയെ, ഇടവകയെ പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ. അങ്ങനെ ശക്തമായ പ്രാർത്ഥനയുടെ കാലഘട്ടം ആയിക്കഴിഞ്ഞ പ്രിയ സഹോദരങ്ങളെ, ഒരു 10 വർഷം മുമ്പ് സഭ തയ്യാറെടുക്കേണ്ടതായിരുന്നു ഈ വിഷയത്തിൽ. എന്നാൽ ഇപ്പോഴും വെളിവിൽ വെച്ചിട്ടില്ല, ഇപ്പോഴും അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു ചതിയുടെ വക്കിൽ എത്തപ്പെട്ട കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളും സൂക്ഷിച്ചു നിന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ്, ഒന്ന് ഒരുങ്ങിയിരിക്കണം, മറ്റൊന്ന് തയ്യാറെടുത്തിരിക്കണം. ഏത് നിമിഷവും ആഗോളയുദ്ധം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാം, ഇല്ലെങ്കിൽ ആ സമയത്തും പൊട്ടിപ്പുറപ്പെടാം. പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വിധത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, വലിയ ദുരന്തങ്ങളിലേക്ക് വന്നിട്ട് പിന്നെ നിലവിളിച്ചിട്ട് കാര്യമില്ല. കർത്താവിൻ്റെ സംരക്ഷണം കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് തയ്യാറെടുപ്പും മറ്റൊന്ന് ഒരുക്കവും നിങ്ങളിലുണ്ടായിരിക്കണം. ആമേൻ.